അതുപോലെ തന്നെ റൗണ്ട് ഓഫ് 32 പണി കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ ടീമാണ് ബ്രസീൽ. അർജന്റീനയ്ക്ക് കിട്ടിയത് നടക്കാൻ ചെറിയ സാധ്യതയേ ഉള്ളൂ, 50% സാധ്യതയേ ഉള്ളൂ. സ്പെയിന് ഉറുഗ്വായിട്ട് സമനില ആകണം. പക്ഷേ ബ്രസീലിൻ്റെ കേസ് അങ്ങനെയല്ല. ബ്രസീലിന് 100% പണി കിട്ടിയിരിക്കുകയാണ്. പണിയെന്നല്ല, വലിയൊരു ടീമിനാണ് റൗണ്ട് ഓഫ് 32 എതിരാളികളായിട്ട് കിട്ടുക. ഇപ്പോൾ ബ്രസീൽ ചാമ്പ്യന്മാരായിട്ട് കയറുകയാണെങ്കിൽ ജപ്പാനെ കിട്ടാനാണ് സാധ്യത. ആ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായി ജപ്പാനെ കിട്ടാനാണ് സാധ്യത. ജപ്പാൻ ഞെട്ടിച്ചതാണ് നെതർലാൻഡ്സിനെ. അതുകൊണ്ട് തന്നെ അഥവാ ജപ്പാൻ ആ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുകയാണെങ്കിൽ നെതർലൻഡ് ആയിരിക്കും രണ്ടാം സ്ഥാനം. അപ്പോൾ ബ്രസീലിന് നെതർലൻഡിനെയാണ് എവിടെ കിട്ടുക? റൗണ്ട് ഓഫ് 32. വലിയ മത്സരം തന്നെ ആയിരിക്കും. ഇനി ബ്രസീലിനെ മൊറോക്കോ ഞെട്ടിച്ചത് കൊണ്ട് തന്നെ ചിലപ്പോൾ മൊറോക്കോ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബ്രസീൽ രണ്ടാം സ്ഥാനക്കാരാകും. ബ്രസീൽ രണ്ടാം സ്ഥാനക്കാരായിട്ട് നെതർലൻഡ് എന്താ പറയുക, നെതർലൻഡ്സ് ഇവിടെ ചാമ്പ്യൻ ആവുകയാണെങ്കിൽ നേരെ നെതർലൻഡ്സും ബ്രസീലുമാണ് കളി വരിക. ഇനിയിപ്പോൾ ബ്രസീലും രണ്ടാം സ്ഥാനക്കാരായി നെതർലൻഡ്സും രണ്ടാം സ്ഥാനക്കാരായി കഴിഞ്ഞാൽ ബ്രസീലിന് നേരെ കളി വരിക ആർക്കെതിരെയാണ്? ജപ്പാനെതിരെ. അപ്പോൾ അങ്ങനെയാണ് കളിയുടെ ഒരു കെട്ടപ്പ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ബ്രസീലിന് ഒന്നെങ്കിൽ ജപ്പാൻ അല്ലെങ്കിൽ നെതർലൻഡ്സ്